ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങളുടെ ബിസിനസ്സിനെ യൂട്യൂബ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഗ്രോ ചെയ്യിപ്പിക്കാമെന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ബിസിനസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് യൂട്യൂബിലേക്ക് എടുത്തിട്ട് നിങ്ങൾ അടിപൊളിയായിട്ട് അതിനെ മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഓവറോൾ സെയിൽസും അതുപോലെ തന്നെ റവന്യൂവും കൂട്ടാൻ പറ്റും. സോ യൂട്യൂബ് ഉപയോഗിച്ചിട്ട് അതെങ്ങനെ ചെയ്യാമെന്നുള്ള 2 വഴികളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. കാരണം രണ്ടാമത്തെ വഴിയിൽ യൂട്യൂബിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ബിസിനസ്സിൻ്റെ സ്പീഡ് കൂട്ടാനുള്ള ഒരു വഴിയാണ്. സോ അവസാനം വരെ തീർച്ചയായിട്ടും കേൾക്കുക. അപ്പോൾ വൈ യൂട്യൂബ്? എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് യൂട്യൂബിലേക്ക് എടുക്കേണ്ടത് എന്നുള്ള കാര്യം. അപ്പോൾ യൂട്യൂബ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ വേൾഡിലെ തന്നെ 2nd ലാർജസ്റ്റ് സെർച്ച് എഞ്ചിനാണ് ആഫ്റ്റർ ഗൂഗിൾ. ഓഫ് കോഴ്സ് അത് ഇപ്പോഴും ഗ്രോ ചെയ്യണം. അതിൽ യൂസേഴ്സ് ഇപ്പോഴും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മില്യൺസ് ഓഫ് യൂസേഴ്സ് എല്ലാ വർഷവും അതിൽ വീണ്ടും ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരിക്കലും ഇതുവരെ ഒരു സ്ലോ ഡൗൺ ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. എപ്പോഴും ഗ്രോത്ത് മാത്രമാണ് ഇപ്പോൾ യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റേത് ടി വി ചാനൽസിനെക്കാട്ടിയും മറ്റേത് ടി വി നെറ്റ്വർക്കിനെക്കാട്ടിയും യൂട്യൂബിന് അതിൻ്റെ ഓഡിയൻസിലേക്ക് റീച്ച് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. ഇപ്പോൾ 18 മുതൽ 34 വയസ്സുള്ള ആൾക്കാരിൽ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് മറ്റേത് ടി വി ചാനലിനെക്കാട്ടിയും യൂട്യൂബ് ആണെന്നാണ് സ്റ്റാറ്റ്സ് പറയുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ യൂട്യൂബ് നമ്മുടെ ബിസിനസ്സിന് വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് നമ്മൾ കാണേണ്ടത്. ഇതുവരെ നിങ്ങൾ യൂട്യൂബിൽ നിങ്ങളുടെ ബിസിനസ് ഗ്രോ ചെയ്യാനുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇനി മുതൽ അത് ഉണ്ടാവണം. പാറ്റ്ഫ്ലൈൻ എന്ന പേരുള്ള ഒരു ആൻട്രപ്രനർ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വ്യൂ അനുസരിച്ചിട്ട് യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു എ ടൈപ്പ് പാസീവ് ഇൻകം മോഡലാണെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് പറയുമ്പോൾ ഓഡിയൻസ് അഡ്വർടൈസ്മെൻറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. ആദ്യം നമ്മളൊരു ഓഡിയൻസിനെ ബിൽഡ് ചെയ്യുക, എന്നിട്ട് ആ ഓഡിയൻസിലേക്ക് നമ്മൾ അഡ്വർടൈസ് ചെയ്യുക, എന്നിട്ട് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുക. അങ്ങനെയുള്ളൊരു മോഡലാണ് ഈ യൂട്യൂബ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ ഈ അഡ്വർടൈസിങ് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ സാധാരണ ഒരു യൂട്യൂബർ ആണെങ്കിൽ അദ്ദേഹം എപ്പോഴും ഗൂഗിൾ ആഡ്സെൻസ് വഴി അദ്ദേഹത്തിൻ്റെ ചാനൽസിൽ ആഡ്സ് ഇട്ടിട്ടായിരിക്കും പൈസ ഉണ്ടാക്കുക. അത് മാത്രമല്ല വഴി, ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മൾ തന്നെ അതിനെപ്പറ്റി ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട് അത് നമ്മുടെ ഓഡിയൻസിലേക്ക് എത്തിക്കുന്നതും വൺ ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു സർവീസ്, എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ്, എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഒരു കൺസൾട്ടിങ് ഫേം ആണ്, അത് B2B കൺസൾട്ടിങ് ഫേം അല്ലെങ്കിൽ ഒരു മീഡിയ കമ്പനി, അതൊക്കെ എന്താണ് സർവീസാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ട് നിങ്ങളുടെ കയ്യിൽ, ലൈക്ക് സോഫ്റ്റ്വെയർ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിസിക്കൽ പ്രൊഡക്റ്റ്, ഡിജിറ്റൽ പ്രൊഡക്ട്സ്, കോഴ്സസ്, അങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, യൂട്യൂബിലൂടെ നമുക്കതിന് കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി എൻ്റെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കാനുള്ള, ആഡ്സ് കൂടാതെ പൈസ ഉണ്ടാക്കാനുള്ള 8 വഴികളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. സോ ആ വീഡിയോ ഞാൻ ഐ ബട്ടണിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും. അത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കേട്ടു നോക്കുക. ഇൻകം സ്കൂൾ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അവർ അതിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഹൗ വി 10x അവർ ബിസിനസ് യൂസിങ് യൂട്യൂബ്, അങ്ങനെ എന്താണ് ആ വീഡിയോയുടെ പേര്. അപ്പോൾ അവർ ഒരു ഡിജിറ്റൽ കോഴ്സ് സെല് ചെയ്യുന്ന ആൾക്കാരാണ്. ദേ ആർ എക്സ്പീരിയൻസ് ബ്ലോഗേഴ്സ്. അപ്പോൾ അവരുടെ എല്ലാ എക്സ്പീരിയൻസും നോളജും വെച്ചിട്ട് അവർ Project 24 എന്ന് പറഞ്ഞൊരു ഡിജിറ്റൽ കോഴ്സ് ഉണ്ടാക്കി. അതൊരു സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് കോഴ്സാണ്. അപ്പോൾ അതിലേക്ക് അവർ ട്രാഫിക്കും അതുപോലെ തന്നെ അവർ റവന്യൂ ജനറേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഉപയോഗിച്ച വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിരുന്നു യൂട്യൂബ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ അവരെ നമുക്കൊന്ന് നമ്മുടെ ഈ എപ്പിസോഡിൻ്റെ മോഡലാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ആദ്യം വേണ്ടത് ഒരു യൂട്യൂബ് ചാനലാണ്. യൂട്യൂബ് ചാനൽ ഇല്ലാണ്ട് യൂട്യൂബിൽ വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടൻറ്റ് പോസ്റ്റ് ചെയ്യണം. അഡ്വർടൈസിംഗ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ കയ്യിലുള്ള പ്രൊഡക്റ്റിൻ്റെ എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ വീഡിയോസ് ഉണ്ടാക്കും. എന്നിട്ട് ആ ഫീച്ചേഴ്സിനെ സെല് ചെയ്യാൻ നോക്കും. അങ്ങനെയാണ് ചിലർ ഇതിനെ ചിന്തിക്കുക. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ യൂട്യൂബ് ചാനൽ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ടു ഡെലിവർ വാല്യൂ ടു ദി എൻഡ് യൂസർ. നമ്മൾ കഴിയുന്നത്ര ഹെൽപ്പ്, നമുക്ക് കഴിയുന്നത്ര ഇൻഫർമേഷൻസ് നമ്മുടെ എൻഡ് യൂസേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അതാണ് സോൾ പർപ്പസ്. അങ്ങനെ നമുക്ക് എന്തുണ്ടാവും, നമുക്ക് ഫാൻസ് ഉണ്ടാവും, നമുക്ക് ഓഡിയൻസ് ഉണ്ടാവും. കാരണം നമ്മൾ പീപ്പിളിനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഹെൽപ്പ് ചെയ്തിട്ട് അവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മെല്ലെ 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 എന്താവും, നമുക്ക് ഓഡിയൻസ് ബിൽഡാവും. എന്നിട്ട് ആ ഓഡിയൻസിലേക്ക് നമുക്ക് സെൽഫ് പ്രൊമോഷൻസ് ചെയ്യാം. സെൽഫ് പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ പ്രൊഡക്ട്സിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് അവിടെ കൊടുക്കാം, അവർക്ക് കൊടുക്കാം, നമ്മുടെ പ്രൊഡക്ട്സിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഉണ്ടാക്കാം. അങ്ങനെ മെല്ലെ മെല്ലെയാണ് ഇതിൻ്റെ ഗ്രോത്ത് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മുടെ ഇൻകം സ്കൂൾ നേരത്തെ പറഞ്ഞ ആ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അവരുടെ ചാനലിൽ നിങ്ങൾ പോയി നോക്കിയാൽ ബ്ലോഗിങ്ങിനെ പറ്റി ടോപ്പ് നോച്ച് വാല്യൂസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അടിപൊളി ചാനലാണ്. ഞാൻ എൻ്റെ ബ്ലോഗിങ്ങിൻ്റെ കുറേ കാര്യങ്ങൾ പഠിച്ചത് ആ ചാനലിൽ നിന്നാണ്. പുതിയ ബ്ലോഗേഴ്സിനും അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ബ്ലോഗേഴ്സിനും അതിൽ വരുമാനം കിട്ടാൻ എന്തൊക്കെയാണ് വഴി, അതിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ മാറ്റിയെടുക്കാം, നമുക്ക് നമ്മുടെ പ്രോബ്ലംസ്, ബ്ലോഗിങ്ങിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് എങ്ങനെയൊക്കെ സോൾവ് ചെയ്യാം, അങ്ങനെ അതുപോലുള്ള ഒരുപാട് ബ്ലോഗേഴ്സിന് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറേ കണ്ടൻറ്റാണ് അവർ പോസ്റ്റ് ചെയ്യുന്നത്. SEOനെ പറ്റി, ഗൂഗിൾ സ്നിപ്പറ്റ് ഒപ്റ്റിമൈസേഷനൊക്കെ പറ്റി. ഇപ്പോൾ ഞാൻ ആ
ചാനൽ ചെല്ലുകയാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഇവരുടെ ഈ ഫ്രീ കണ്ടൻസ്, ഇവരുടെ ഫ്രീ വാല്യൂ ഒക്കെ നല്ല കൺസ്യൂം ചെയ്യാൻ തുടങ്ങും. അങ്ങനെ കൺസ്യൂം ചെയ്തിട്ട് ഇവരായിട്ട് നമ്മളൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കും. ആ ഇൻകം സ്കൂളിലുള്ള ആൾക്കാരായിട്ട് നമ്മളൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുത്തതിന് ശേഷം അവർ നമുക്ക് ഓരോ വീഡിയോയിലെ അവസാനം അവർ പറയും എന്താണ്, ഞങ്ങളുടെ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് 24 എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് ചെക്കൗട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവരിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കും. അപ്പോൾ എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ, ഇത്രയും കാലം ഇപ്പോൾ ഞാനൊരു 2-3 മാസം അവരുടെ കണ്ടൻറ്റ് ഇങ്ങനെ കൺസ്യൂം ചെയ്തുകൊണ്ടിരുന്നാൽ ആ ട്രസ്റ്റ് കാരണം ഞാൻ ചിലപ്പോൾ അവരുടെ പ്രൊജക്റ്റ് 24 കയറി നോക്കാനും അതിൻ്റെ പ്രൈസും കാര്യങ്ങളും നോക്കാനും അതുപോലെ തന്നെ അത് പർച്ചേസ് ചെയ്യാനും ഇവിടെ വരും. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന വാല്യൂ, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഹെൽപ്പ് കാരണം അവർ നമ്മുടെ കസ്റ്റമറായിട്ട് മാറുകയാണ്. ഇപ്പോൾ ഇൻകം സ്കൂൾ മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ ഏതൊരു കോഴ്സിനെ നിങ്ങൾ യൂട്യൂബിൽ പരിചയപ്പെട്ടാലും അതിൻ്റെ ബാക്കിലുള്ള ആൾക്കാർ ഒരുപാട് വാല്യൂസ് പ്രൊവൈഡ് ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കുന്നതാണ്. കാരണം നമുക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ നമ്മൾ നല്ല കൊടുക്കണം എന്നുള്ളൊരു കൺസെപ്റ്റാണ് യൂട്യൂബിൻ്റെ കയ്യിലുള്ളത്. യു ഗെറ്റ് മോർ ഇഫ് യു ഗീവ് മോർ. ഇനി എന്തൊക്കെ തരം കണ്ടൻസാണ് നമ്മൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തേത് തീർച്ചയായിട്ടും എഡ്യൂക്കേഷണൽ വീഡിയോസ്, ഹൗ ടു വീഡിയോസ്, എങ്ങനെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാമെന്നുള്ള എഡ്യൂക്കേഷനുള്ള വീഡിയോസാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് നമുക്ക് ഇൻ്റർവ്യൂസ്, ഇൻഫ്ലുവൻസേഴ്സുമായിട്ട് ഇൻ്റർവ്യൂസ്, നമ്മുടെ ബ്രാൻഡിനോട് യോജിക്കുന്ന, നമ്മുടെ ബ്രാൻഡിനോട് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ പറ്റിയിട്ടുള്ള ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യാം. ആനിമേറ്റഡ് വീഡിയോസ് ചെയ്യാം, ഡോക്യുമെൻ്ററീസ് ചെയ്യാം, അതുപോലെ തന്നെ നമ്മുടെ ബ്രാൻഡിനെ ഷോക്കേസ് ചെയ്യുന്ന കുറേ വീഡിയോസൊക്കെ നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഇതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് എക്സാമ്പിൾസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ടോപ്പ് ബ്രാൻഡ്സ് ആയിട്ടുള്ള നൈക്കും അങ്ങനെയുള്ള കമ്പനീസിൻ്റെ ഒക്കെ വീഡിയോസ് നിങ്ങൾ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നമ്മുടെ ബിൽഡ് ചെയ്തതിന് ശേഷം, നമ്മളെ ഓഡിയൻസിനെ ബിൽഡ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് വീഡിയോസിനെ ചെറുതായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമുക്ക് പ്രൊഡക്റ്റിൻ്റെ എന്താണ് ഫീച്ചേഴ്സ്, എന്താണ് അതിൻ്റെ ബെനിഫിറ്റ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് വീഡിയോ ഉണ്ടാക്കാം. അതുപോലെ തന്നെ നമുക്ക് ടെസ്റ്റിമോണിയൽ വീഡിയോസും ചെയ്യാം. ടെസ്റ്റിമോണിയൽ വീഡിയോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂസേഴ്സിന് ഈ പ്രൊഡക്റ്റ് കാരണം ഉണ്ടായ ബെനിഫിറ്റ്സും കാര്യങ്ങളും, അവരുടെ വാക്കുകൾ, അവരുടെ ഇൻ്റർവ്യൂസ്, അവരുടെ വീഡിയോസ്, അതൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അതൊരു സോഷ്യൽ പ്രൂഫായിട്ട് നിൽക്കും. സോഷ്യൽ പ്രൂഫ് കാണുമ്പോൾ ആൾക്കാർക്ക് വീണ്ടും അത് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഇതിലിട്ടിട്ട് എത്രത്തോളം ഇതിനൊക്കെ അടിപൊളിയാക്കാൻ പറ്റുമോ, ഈ വീഡിയോസിനൊക്കെ അടിപൊളിയാക്കാൻ പറ്റുമോ, അത്രത്തോളം നിങ്ങൾക്ക് അടിപൊളിയാക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ വാല്യൂസ് പ്രൊവൈഡ് ചെയ്യുന്നതും അതുപോലെ അതിൽ നിന്ന് നമ്മളൊരു ഓഡിയൻസിനെ ബിൽഡ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചു. ഇങ്ങനെ അല്ലാതെ വേറൊരു അപ്രോച്ചിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് യൂട്യൂബിൽ ഗ്രോ ചെയ്യാൻ പറ്റും. അതാണ് ഗൂഗിൾ ആഡ്സ് ഓൺ യൂട്യൂബ്. നിങ്ങൾ യൂട്യൂബിലൊക്കെ വീഡിയോ കാണുമ്പോൾ ഒരുവിധം എല്ലാ വീഡിയോസിൻ്റെ ഫ്രണ്ടിൽ ആഡ്സ് വരും. അത് പല ടൈപ്പ് ആഡ്സ് ഉണ്ട്. ചിലത് സ്കിപ്പബിൾ ആണ്, ചിലത് സ്കിപ്പബിൾ അല്ല, ചിലത് പിക്ചർ ആഡ്സ് ഒക്കെ വരും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിൻ്റെ ഫ്രണ്ടിലേക്ക് ഇങ്ങനത്തെ നിങ്ങളുടെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള, നിങ്ങളുടെ സർവീസിനെ പറ്റിയിട്ടുള്ള ആഡ്സ് പ്രൊജക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഓഡിയൻസിലേക്ക്. അപ്പോൾ നിങ്ങൾക്കൊരു ഗൂഗിൾ ആഡ്സൻസിൻ്റെ അക്കൗണ്ട് വേണ്ടി വരും ഇങ്ങനെ ആഡ്സ് റൺ ചെയ്യുന്നതിനായിട്ട്. അത് നിങ്ങളുടെ യൂട്യൂബ് ചാനലുമായിട്ട് ലിങ്ക് ചെയ്തതിന് ശേഷം അതുവഴി നിങ്ങൾക്ക് യൂട്യൂബിൽ ആഡ്സ് റൺ ചെയ്യാൻ പറ്റും. ഈ യൂട്യൂബ് ആഡ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ആഡ്സ് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ യൂട്യൂബ് ആഡ്സ് റൺ ചെയ്യുമ്പോൾ അതിൽ ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഏതെങ്കിലും സ്പെസിഫിക് ചാനലിനെ വെച്ച് ടാർഗറ്റ് ചെയ്യാം. ഒരു ചാനലിൻ്റെ എല്ലാ വീഡിയോസിലും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ആഡ്സ് ഇടാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില സ്പെസിഫിക് വീഡിയോസിനെ വേണമെങ്കിൽ ടാർഗറ്റ് ചെയ്യാം. അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് ഗുണമെന്ന് വെച്ചാൽ, ഈ സ്പെസിഫിക് വീഡിയോസ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ചാനലോ അല്ലെങ്കിൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന വീഡിയോസോ നമ്മുടെ പ്രൊഡക്റ്റിനായിട്ടോ അത് അല്ലെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിനുമായിട്ടോ നല്ല സാമ്യമുള്ളതാണെങ്കിൽ അത് കാണുന്ന ആൾക്കാർ ദേ ആർ അവർ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ്. അവർ നമ്മുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സാണ്. അപ്പോൾ അവരത് കാണുന്ന വഴി നമ്മുടെ പ്രൊഡക്റ്റുമായി പരിചയപ്പെടുകയും അങ്ങനെ ഒരു കസ്റ്റമർ ആവാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള അടിപൊളി ടാർഗറ്റിങ് നമുക്ക് ഇതിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആഡ്സ് കൊടുക്കാനായിട്ട് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ ഇങ്ങനെയുള്ള ആഡ്സ് ഓൾറെഡി അപ്ലോഡ് ചെയ്യണം. എന്നിട്ട് ആ വീഡിയോസാണ് നിങ്ങൾ ആഡ്സ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാർക്കറ്റിങ്ങിന് വേണ്ടി മാത്രമായിട്ട് ആഡ്സ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓൾറെഡി വാല്യൂസ് പ്രൊവൈഡ് ചെയ്യുന്ന ആ വീഡിയോസ് എടുത്തിട്ട് ആഡ്സ് ആയിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഗ്രോ ചെയ്യുന്നതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ സ്ക്രീനിൽ ഒരു പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ടിപ്സ് തരുന്നുണ്ട് നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ഗ്രോ ചെയ്യാനുള്ള. സോ അതിൽ ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് കയറിക്കും. സോ അത്രയുമാണ് ഗൈസ് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക. കാരണം നിങ്ങളുടെ ഒരു ലൈക്ക് ഈ വീഡിയോനെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ കൂടുതൽ ഓൺലൈൻ ബിസിനസ് ഐഡിയാസിനും ഓൺലൈൻ മണി മേക്കിംഗ് ടിപ്സിനുമായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം നോട്ടിഫിക്കേഷൻ ബെൽ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് സീ യു സൂൺ ഇൻ ദ നെക്സ്റ്റ് വൺ.